റീസെൻ്റ്ലി റിലീസ് ചെയ്തൊരു ഹൊറർ മൂവിയാണ് മേഘൻ. ഇത് തിയേറ്ററിൽ റിലീസായിരുന്നു, പക്ഷെ അവിടെ കാണാൻ പറ്റില്ല. നൗ ഇറ്റ്സ് ഡിജിറ്റലി അവൈലബിൾ. ഒരു സൈഫൈ ഹൊറർ മൂവിയാണ് ഈ ഒരു മേഘൻ എന്ന് വെച്ചാൽ റാത്തർ തന്നെ ഈ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കലി കാണുന്ന ഹൊറർ മൂവി. പക്ഷേ ഒരു ഹൊറർ എലമെൻറ്റിനേക്കാൾ കൂടുതലായിട്ട് ആ ഒരു സൈഫൈ എലമെൻറ്റ് വെച്ച് പേടിപ്പിക്കുക എന്നൊരു എയിമാണ് ഈ ഒരു സിനിമ ഫോളോ ചെയ്യുന്നത്. കാരണം ഈ ഒരു സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് മേഘൻ എന്നൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള ഒരു റോബോട്ടിക് ക്രീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ആ റോബോട്ട് പ്രധാനമായിട്ടും നമ്മളിപ്പോൾ ഈ ടെർമിനേറ്റർ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു റോബോട്ടൊന്നും അല്ല. നോർമലായിട്ടുള്ള ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ അവരോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോയ് അതിനെ ബിൽഡ് ചെയ്ത് അതിനൊരു ആക്കി അതുണ്ടാക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഈ ഒരു മേഘൻ എന്ന ചിത്രം. അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ഈ ഒരു മേഘൻ. ആ ഒരു പേര് തന്നെയുണ്ട്, അതിൻ്റെ ഫുൾ നെയിമും ആ സിനിമയിൽ പ്രധാനമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ ഈ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള ഓർഫൻ പോലുള്ള സിനിമകളായിട്ട് ചെറിയ സാമ്യം തോന്നുന്നു, എന്നാൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രത്തിൽ പോകുന്നൊരു മൂവി കൂടിയാണ് ഈ ഒരു മേഘൻ എന്ന ചിത്രം. അപ്പോൾ ഈ തരത്തിലുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വിൽ സ്മിത്തിൻ്റെ ഈ റോബോട്ട് തുടങ്ങി ഒരുപാട് സിനിമകൾ നമ്മൾ ഇതേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുട്ടിയായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതെങ്ങനെ ഇവോൾവ് ചെയ്ത് ആ ഒരു കുട്ടിയെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ പിന്നീട് ഒരു ഹൊറർ നേച്ചറിലേക്ക് അല്ലെങ്കിൽ സ്കെയറി നേച്ചറിലേക്ക് എങ്ങനെ മാറുന്നു എന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണ് ഈ ഒരു മേഘൻ എന്ന ചിത്രം. ത്രില്ലടിപ്പിച്ച് അല്ലെങ്കിൽ എഡ്ജ് ഓഫ് ദി സീറ്റ് ത്രില്ലർ എന്ന സിനിമയെ പറയാൻ സാധിക്കില്ല. കാരണം സിനിമ എന്താണ് പോകുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകുന്നതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അത് പ്രതീക്ഷിച്ച് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് വെറുതെ ആവില്ല എന്നും പറയേണ്ടി വരും. കാരണം വെറുപ്പിക്കലോ ബോറടിപ്പിക്കലോ ലാഗടിപ്പിക്കലോ ഒന്നുമില്ല. കാരണം എങ്ങനെയാണ് സിനിമ പോവുക, എവിടെ വെച്ചായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമെന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു മോഡ് തന്നെയാണ് സിനിമയ്ക്കുള്ളത്. ആ രീതിയിലാണ് സിനിമ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന് സിനിമയുടെ റൺ ടൈമാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യും. ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവർ മിനിമം ടൈമിനുള്ളിൽ എങ്ങനെ ഒരു ഒറിജിൻ സ്റ്റോറി പോലെ കാണിച്ചെടുക്കാം എന്നാണ് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇത് വെച്ച് ഇനി അവർക്ക് ഡെവലപ്പ് ചെയ്ത് വേറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. ആ ഒരു മോഡിൽ ഒരു ഒറിജിൻ സ്റ്റോറി ആയിട്ടാണ് എനിക്കിത് പേഴ്സണലി തോന്നിയത്. അതുകൊണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു സൈഫൈ ടെംപ്ലേറ്റിലുള്ള പടമാണെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ് ഈ ഒരു മേഘൻ എന്ന ചിത്രം. ഒരു വട്ടം വേണമെങ്കിൽ കണ്ടുവെക്കാം. ഹൊറർ പ്രതീക്ഷിച്ച് കാണരുത്. അതായത് ഓവർ ജംപ് സ്കെയർസോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം കാണുന്ന ഹൊറർ മൂവീസിൻ്റെ ആ ഒരു ഫോർമാറ്റിലല്ല ഈ ഒരു സിനിമ. സൈഫൈ ഹൊറർ എന്ന ആ ഒരു ജോണർ എടുത്ത് ആ ഒരു ജോണറിൽ ട്രീറ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ഒരു മേഘൻ എന്ന ചിത്രം. ഓൾറെഡി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി.